ഒറ്റ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് മൊത്തത്തിൽ കോമാളിയായി പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. അതെ, ഈ ഒരു സീസണിലേക്ക് വന്ന് രണ്ടാഴ്ചകൾ കുഴപ്പമില്ല, വലിയ മച്യൂരിറ്റി ഉള്ള ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും ആര്യന്റെ സൈഡിൽ നിന്നും ഉണ്ടായില്ല. എന്നാൽ പോലും ഒരു യങ്ങർ ആക്ടർ എന്ന നിലയിൽ അത്യാവശ്യം യങ്ങസ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ പ്രീതി നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടാസ്കുകളിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ആര്യൻ. അതുപോലെ നമ്മുടെ ബാഡ്ജൊക്കെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഹൈപ്പിലേക്കൊക്കെ ഒന്ന് കയറി വരുന്ന ഒരു സമയത്താണ് മൂന്നാമത്തെ ആഴ്ചയിൽ ആളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയത്. ആ ഒരു ചലഞ്ചിങ് ടാസ്ക് തുടങ്ങിയത് മുതൽ ആര്യന്റെ സൈഡിൽ നിന്ന് നടന്നതെല്ലാം പിന്നെ അബദ്ധങ്ങൾ മാത്രമായിരുന്നു. ആ ഒരു ടാസ്കിനുള്ളിൽ വെച്ച് പറഞ്ഞതും റിലീജിയസ് കൺസെപ്റ്റ് എടുത്തിട്ടതും ഫാമിലി പരമായിട്ടുള്ള കൺസെപ്റ്റ് എടുത്തിട്ടതും പിന്നെ മൊത്തത്തിൽ പറഞ്ഞതെല്ലാം അബദ്ധങ്ങളായിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ചറിഞ്ഞു ആള് വെറും ഡയലോഗ് മാത്രമേ ഉള്ളെന്ന്. അതിനും പോരാത്തതിന് വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടന് മൊത്തത്തിൽ എയറിലേക്ക് കയറ്റിവിട്ടു. ആര്യന്റെ നിലപാടുകൾ ഒന്നൊന്നായിട്ട് എണ്ണിക്കാണിച്ച് ആര്യനെ മൊത്തത്തിൽ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം. അതോടുകൂടി സോഷ്യൽ മീഡിയയിലെല്ലാം ആര്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു കോഴി എന്ന വിളിപ്പേരിലൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ഒലിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഒരു പേരിലേക്ക് ആര്യൻ വന്നു തുടങ്ങുമ്പോഴാണ് ഈ ഒരു വീക്കെൻഡ് ഇതുപോലെ ഒരു അടിയും ആര്യന്റെ തലയിൽ കിട്ടുന്നത്. എന്താണേലും നോക്കാം, വരും വീക്കിൽ ആള് എഴുന്നേറ്റ് വരുവോ, പഴയ പ്രതാപകാലം തിരിച്ചെടുക്കാൻ സാധിക്കുമോ? പ്രതാപകാലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ ഒരു ടാസ്കുകളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ആക്റ്റീവ്നെസ് എങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു വീക്കെൻഡ് കിട്ടിയ അടിയും കണ്ടസ്റ്റൻസ് എല്ലാവരും തിരിച്ചറിഞ്ഞു. ലാലേട്ടന്റെ മുന്നിൽ പോലും റെസ്പെക്ട് ഇല്ലാതെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. മോഹൻലാലിന്റെ അടുത്ത് ആ ഒരു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒരു ടാസ്കുമായി ബന്ധപ്പെട്ടൊരു ക്യാപ്പും അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു സംഭവമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഓരോരുത്തർക്ക്. എന്താ പറയുന്നത്, വിശ്വസിക്കാൻ കൊള്ളാത്ത ആള്, അതുപോലെ തന്നെ ഗെയിമർ, കാലി വരുന്ന ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഹെൽമെറ്റ് എല്ലാവരുടെയും തലയിൽ കൊടുക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് പറയുന്നത് വരെ വെച്ചോണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ. അത് വെച്ചോണ്ടിരിക്കുമ്പോൾ ആരും ലാലേട്ടന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഉറങ്ങുമ്പോൾ വെക്കണോ, കുളിക്കുമ്പോൾ വെക്കണോ? ഒരുമാതിരി തമാശ രീതിയിൽ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കളിയാക്കുന്നത് പോലെ ചോദിക്കുന്നുണ്ട്. ലാലേട്ടനും തിരിച്ച് മാന്യമായിട്ട് തന്നെ, അത് നീ എന്നെ ഊരുന്നതാണോ, ഹെൽമെറ്റ് ഊരി വെക്കാനാണോ, അതോ നീ എന്നെ ഊരുന്നതാണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതെന്തായാലും സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആര്യനെതിരെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത്. റെസ്പെക്ട് ഇല്ലായ്മയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇതുപോലെ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിലും മൊത്തത്തിൽ ഒരു ഇമ്മച്ചുവർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതിലും എല്ലാം. സോ രണ്ടാഴ്ച ഒരു മികച്ച ഗെയിമർ അല്ലെങ്കിൽ ടാസ്കുകളിൽ ആക്റ്റീവ് എന്ന് തെളിയിച്ചു കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് മൊത്തം ഗ്രാഫും തകർന്നടിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു കോമാളി എന്ന രീതിയിലേക്ക് ആ കണ്ടസ്റ്റന്റ് അതമ്പതിച്ചു പോകുന്നത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. ആര്യൻ എന്ന കണ്ടസ്റ്റന്റിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതേപോലെ തന്നെ നിങ്ങൾക്കും തോന്നിയോ ആള് കയറി വരാൻ സാധ്യതകളുണ്ടോ? സോ ഇനി മുന്നോട്ട് ഇപ്പോൾ കിട്ടിയ ഒരു അടിയുടെ ആഘാതത്തിൽ മൊത്തം വീണു പോകുമോ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.